ദൈവനാമകത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രോമിസ് ഓഫ് ദ ഡേ എന്ന പ്രഭാത വചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം ഇന്ന് നമുക്ക് ആവശ്യമായ ദൈവിക ആലോചനകൾ തരട്ടെ. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വാഗ്ദത്ത വചനം മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 41 42 വാക്യങ്ങൾ. യേശു മനസ്സലിഞ്ഞു, കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഈ ഒരു വേദഭാഗത്തിൻ്റെ സന്ദർഭം നമുക്കറിയാം. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന പ്രാരംഭ നാളുകളിൽ പട്ടണത്തിന് അല്ലെങ്കിൽ നഗരത്തിന് പുറത്ത് കഴിഞ്ഞതായ ഒരു കുഷ്ഠരോഗി വന്ന് യേശുവിനോട് നിലവിളിച്ച് മുട്ടുകുത്തി പറയുകയാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാനായിട്ട് കഴിയും. 41-ാമത്തെ വാക്യം പറയുന്നത് യേശു മനസ്സലിഞ്ഞു എന്നാണ്. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവമാണ്. യേശുവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് മറ്റുള്ളവരോടുള്ള അനുകമ്പയും മനസ്സലിവും എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ വേദനയെ സ്വന്തം വേദനയായി ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിക്കുണ്ടായിരിക്കുന്ന സ്വഭാവ ശ്രേഷ്ഠതയാണ് മനസ്സലിവ്. മനസ്സലിവിന് നമുക്കൊരു ഓപ്പോസിറ്റ് വാക്ക് പറയാൻ കഴിയുന്നത് കഠിന മനസ്സ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. നമ്മുടെ ദൈവം കരുണയില്ലാത്ത കഠിന ഹൃദയനായിട്ടുള്ള ഒരു ദൈവമല്ല, മറിച്ച് ആർദ്രതയുള്ള, അമ്മയെ പോലെ ആർദ്രതയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് നമ്മുടെ കർത്താവ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് വിവരിക്കുമ്പോൾ പല ഭാഗങ്ങളിലും യേശു മനസ്സലിവ് കാണിച്ചതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 14:14 പുരുഷാരത്തെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞിട്ട് അവരുടെ രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. മർക്കോസിൽ പറയുന്നത് അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. ലൂക്കോസ് 7:13 യേശു നൈനിലെ വിധവയെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. ലൂക്കോസ് 10:33 യേശു കർത്താവ് അർത്ഥപ്രാണനായി വഴിത്തലയ്ക്കൽ കിടക്കുന്ന മനുഷ്യനെ കണ്ട് മനസ്സലിഞ്ഞു അരികെ ചെന്നു എന്ന് പറഞ്ഞു. ലൂക്കോസ് 15:20 അതെ, മടങ്ങി വരുന്ന മകനെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് ഓടിച്ചെന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവം കഠിന ഹൃദയനായ, കഠിന മനസ്സുള്ള ഒരു ദൈവമല്ല, മറിച്ച് ആർദ്രതയുള്ള ഹൃദയം, മനസ്സലിവുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ വചനം കേൾക്കുന്ന പലരോടും ദൈവം തമ്പുരാൻ മനസ്സലിവ് കാണിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു എന്നാണ്. ദൈവത്തിൻ്റെ മനസ്സലിവാണ് ഇന്ന് ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്നതും നാം ജീവിച്ചിരിക്കുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ സ്വർഗീയ പിതാവ് മനസ്സലിവുള്ള ദൈവമായിരിക്കുന്നത് പോലെ ആ ദൈവത്തിൻ്റെ മനസ്സലിവ് യേശുവിലൂടെയും വ്യാപരിക്കാനായിട്ടിടയായി. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ആ ദൈവിക മനസ്സലിവ് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെ മേലും കർത്താവ് വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ. യേശു മനസ്സലിഞ്ഞിട്ട് കൈ നീട്ടി അവനെ തൊടാനായിട്ട് അവനെ തൊട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് കർത്താവ് നമ്മുടെ പ്രശ്നങ്ങളെയും തൊടുമ്പോൾ ഈ കുഷ്ഠരോഗിയുടെ കുഷ്ഠം മാറിയതുപോലെ നമ്മുടെ അവസ്ഥകൾക്കും ദൈവം മാറ്റം വരുത്താൻ പോവുകയാണ്. യേശുവിൻ്റെ സ്പർശനം നമ്മുടെ മേൽ വരുമ്പോൾ അതെ, ദൈവിക രോഗശാന്തിയും നമ്മുടെ മേൽ വെളിപ്പെടും. അതുകൊണ്ട് ഇന്ന് നാം കർത്താവിനോട് പറയേണ്ടത്, കർത്താവ് എന്നോട് മനസ്സലിയണമേ, അങ്ങയുടെ കരം എൻ്റെ മേൽ വഹിച്ച് എന്നെ സൗഖ്യമാക്കണേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആവശ്യപ്പെടുക. നിങ്ങളുടെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ അവസ്ഥകൾ ഏതുമായിക്കൊള്ളട്ടെ, മറ്റാർക്കും സൗഖ്യമാക്കാൻ, മറ്റാർക്കും സഹായിക്കാൻ കഴിയാത്ത
സാഹചര്യങ്ങളിൽ പോലും കർത്താവ് കൈ നീട്ടുമ്പോൾ, കർത്താവ് തൊടുമ്പോൾ ദൈവിക വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മനസ്സലിവ് അതിശക്തമായി വ്യാപരിക്കുന്ന ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. മനസ്സലിവിൻ്റെ ദൈവമേ, സകല ആശ്വാസത്തിൻ്റെയും ഉടയവനായിരിക്കുന്ന കർത്താവേ, ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന സകലരെയും അടിയൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, നിൻ്റെ കരുണയ്ക്കായി മനസ്സലിവിനായും പ്രാർത്ഥിക്കുന്ന അനേക മക്കളുണ്ട് കർത്താവേ. ഈ പ്രാർത്ഥനയോട് ചേർന്ന് ദൈവമേ എന്നോട് മനസ്സലിയണേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടപ്പ. അവരുടെ മേൽ അങ്ങയുടെ മനസ്സലിവിൻ്റെ ആത്മാവിനെ അയക്കണേ കർത്താവേ. നിൻ്റെ കരസ്പർശനം അവർ അനുഭവിക്കട്ടെ കർത്താവേ. അനേകർ പറയട്ടെ, കർത്താവ് ഇന്ന് എന്നോട് മനസ്സലിഞ്ഞ് എന്നെ തൊട്ടു എന്ന് പറയാനിടയായിത്തീരട്ടെ. യേശുവിൻ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു, ജനത്തിന്മേൽ വിടുതൽ അയക്കുന്നു കർത്താവേ. അവിടെ അത്ഭുതകരമായി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം, മഹത്വം അങ്ങേക്ക് തരുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാപൂർവം, ജയനച്ചൻ.